വേറെ രസമുണ്ട്. ഡിമാൻഡ് ആക്കുന്നത് കല്യാണത്തിനെന്ന് നിക്കാഹിൻ്റെ സമയമായിരിക്കും, 11 മണിക്ക് നിക്കാന്ന് എല്ലാം അനൗൺസ്മെൻ്റ് ചെയ്ത്. ഇപ്പം ജനങ്ങൾക്ക് തിരക്കാണ്. 10 മിനിറ്റ് കിട്ടിയാൽ അത്രയും ലാഭം. എല്ലാ ബിസിനസ്സും മറ്റും തിരക്കാണ്. 11 മണിക്കാണ് നിക്കാന്ന് പറയും. ഇവിടുന്ന് ഓടിയിട്ട് എല്ലാവരും വരും. 11 മണിക്കാണ് നിക്കാഹ്, നമ്മുടെ സുഹൃത്തിൻ്റെ മോളെ നിക്കാഹാണെന്ന് ഓടി വരും. വന്നിട്ട് 2 പാർട്ടിക്കാരും ആ കൂട്ടരെത്തും ഈ കൂട്ടരെത്തും എല്ലാവരും എത്തിയിട്ട് സമയമായി കുറച്ച് നിൽക്കണം ഉസ്താദേ, കുറച്ച് നിൽക്കണോ. ഇത് വിവാഹത്തിൻ്റെ മാത്രമല്ല, നിശ്ചയത്തിൻ്റെ ഇടയിൽ സ്വഭാവം. നിശ്ചയത്തിന് വേണ്ടിയിട്ട് പോവും. പുരക്കാർ ഭക്ഷണവും മറ്റെല്ലാം ഒരുക്കി വെക്കും. പെണ്ണിൻ്റെ പുരക്കാർ, ആണിൻ്റെ പുരക്കാർ വരണം. 1 മണിയായി, 1:30 മണിയായി, 2 മണിയായി, 2:30 മണി നമുക്ക് വരുന്നത് എന്താക്കുന്നത്? കരുതി കൂട്ടി ലേറ്റ് ആക്കുന്നത് എന്തേ? അത് വലിയ പ്രിസ്റ്റേജ്. എന്ത് സ്വഭാവമാണ് ഇത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജനങ്ങൾക്ക് നീ ഷർറുണ്ടാക്കല്ലേ, ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ഫഇന്നഹാ സദഖത്തും മിൻക അലാ നഫ്സിക ഔ കമാ ഖാല റസൂലുള്ളാഹി. യഥാർത്ഥ മുസ്ലിമാരെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി ഔ യദിഹി. നാവ് കൊണ്ടും കൈകൊണ്ടും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടാൽ അവൻ യഥാർത്ഥ മുസ്ലിമാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്നെക്കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടാവാതിരിക്കുന്നത് അത് പടച്ചൻ്റെ വക്കൽ കൂലിയുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി. എന്തിനാണ് ഈ പ്രസ്റ്റേജ്? ആ നാട്ടിൽ ആ വീട്ടുകാർ ഇവർ വരാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആ വീട്ടിലത്തെ രോഗികളുണ്ടാകും, ഷുഗർ ഉണ്ടാവും, പ്രഷറുള്ളവരുണ്ടാവും. അവരെല്ലാം കാത്ത് 2:30 മണിക്ക് വരും. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് 3 മണിക്ക്. വയസ്സന്മാരുണ്ടാകും, രോഗികളുണ്ടാകും. എല്ലാവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവം ഇത്. അത് വിവാഹത്തിൻ്റെ നിശ്ചയമായ ദിവസമാത്തിലും പിറ്റേ ദിവസം വിരുന്നിൻ്റെ ഒന്നും അങ്ങനെ വിരുന്നുകാരെ വരാൻ വേണ്ടി പുരക്കാർ ഭക്ഷണം ഒരുക്കിയിട്ട് കാത്തിരിക്കുകയാണ്. 2 മണി, 2:30 മണി, 3 മണി വരെ ആക്കുക. എന്നിട്ട് ഞങ്ങളുടെ തന്നെ ഉണ്ട്, അടുത്തുണ്ട് എന്ന് കരുതി കൂട്ടി പിന്തിക്കുന്ന സ്വഭാവം. നിക്കാഹിൻ്റെ സദസ്സിലാവട്ടെ, സൽക്കാരത്തിൻ്റെ സമയത്താവട്ടെ, നിശ്ചയിക്കുന്ന ദിവസമാവട്ടെ, ഇങ്ങനെ കരുതി കൂട്ടി പ്രസ്റ്റേജിൻ്റെ പേരിൽ, ഡിമാൻഡിൻ്റെ പേരിൽ പവർ കാണിക്കാൻ വേണ്ടി, മരുവാൻ പവർ കാണിക്കാൻ വേണ്ടി, ആണിൻ്റെ കൂട്ടർ പവർ കാണിക്കാൻ വേണ്ടി ഈ ചെയ്യുന്ന പ്രവൃത്തി നിർത്തണം. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എല്ലാവർക്കും അവരവർക്കുള്ള സമയവും, ഭക്ഷണം കഴിക്കുന്നതിന് എനിക്ക് സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് നമ്മൾ ആരെ ബുദ്ധിമുട്ടിക്കരുത്. വിവാഹത്തിൻ്റെ ആലോചന ദിവസം തന്നെ പുറക്കാർ മടുത്തു വന്ന് കേട്ട് അടുത്ത ഉസ്താദം വന്ന്, അടുത്ത ആൾക്കാരും വന്നിട്ടില്ലറാ, പുറക്കാരോടിക്കല് വന്നിട്ടില്ലേ? എല്ലാവരും കൂടി പുറക്കാരനെ കൊണ്ടാകെ തലച്ചൂടായി. എത്ര സംഭവമുണ്ട് അങ്ങനെ, എത്ര ക്യാൻസലായ മംഗലുണ്ട്. അള്ളാഹു കാക്കട്ടെ, ആമീൻ ചൊല്ലിക്കൊള്ളി. അള്ളാഹു കാക്കട്ടെ. വന്ന് പോയതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. ഇത് പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന്, കാരണത്തിന്, ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് ബാക്കിയാവും. ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കരുതിക്കൂട്ടി പിന്തിക്കുന്നത് വളരെ ഇത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. എല്ലാ സ്ഥലത്തും ഇതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ഇത് നിർത്തണം. ഈ വൈകിപ്പിക്കുന്നത്, കാത്തിരിപ്പിക്കുന്നത്, ആ ഒരു പരിപാടി നമുക്കൊക്കെ അവസാനിപ്പിക്കണം. നാം നല്ലവരായി, എന്നെക്കൊണ്ട് ഒരാൾക്കും ഷർറുണ്ടാവരുത്. ഇതാണ് വേണ്ടിയത്. എന്നെക്കൊണ്ട് ഒരു മനുഷ്യൻ, എൻ്റെ നാക്കുകൊണ്ടോ, എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ കൈ കൊണ്ടോ, എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും നൊമ്പരമുണ്ടാവരുത്, മനസ്സിന് വേദന ഉണ്ടാവരുത്. ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുത്താൽ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഈശ്വരമംഗലം എന്ന